പ്രാർത്ഥിക്കാം. പരിശുദ്ധ തിരുമാധ്യമേ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധൻ സത്യവാൻ ദാവീദിൻ്റെ താക്കോലുള്ളവനായി, താൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനായി, താൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം അടയ്ക്കുന്നവനായി, ആദ്യനും അന്ത്യനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവായി, മരണത്തിൻ്റെ പാതാളത്തിനും താക്കോലുള്ളവനായി, ഞങ്ങളുടെ സ്നേഹിതനായി, ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. പാടുവാൻ സ്തുതിപ്പാൻ കൃപ നൽകിയാലോ. നിന്റെ സ്നേഹത്തിനായി സ്തോത്രം, കൂട്ടിവരുത്തി ജനത്തിനായി സ്തോത്രം. തിരുവഴുത്തുകളെ ധ്യാനിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നവരെയും യൂട്യൂബിൽ കേൾക്കുന്ന ജനത്തെയും കർത്താവ് നിൻ്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിൻ്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു. പരിസരങ്ങളെ, ഈ ശബ്ദം കടന്നിരുന്ന പരിസരങ്ങൾ, ഈ പരിസരങ്ങളെ നിൻ്റെ പ്രായശ്ചിത്തം ഹേതുവായിട്ട് നിൻ്റെ നാമത്തിൽ സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വം ക്രൂശിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു കൂട്ടായ്മ കർത്താവ് നമുക്ക് നൽകിയത് ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയമായിരുന്നു ദ റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച്. ചർച്ച് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാനമായി നമ്മളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകും നമ്മുടെ ശരീരം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ തന്നെ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമായി ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് നമ്മെ പുതിയ നിയമസഭ അല്ലെങ്കിൽ വ്യക്തികളെന്ന് പറയുന്നത്. അതിൻ്റെ നിഴലുകളായിരുന്നു ആമേ പഴയ നിയമത്തിൽ സമാഗമന കൂടാരം, മോശ തീർത്ത സമാഗമന കൂടാരം ടെമ്പററി ആയിരുന്നു. അതിനുശേഷം ഒരു പെർമനൻ്റ് ആയിട്ടൊരു ബിൽഡിങ് ശലോമോൻ തീർത്തു, സ്തോത്രം. അതിനുശേഷം അത് ബാബേൽ പ്രവാസത്തിൻ്റെ കാലത്ത് അത് തകർക്കപ്പെട്ടു, അഗ്നിക്കിരയായി തീർന്നു. അതിനുശേഷം തിരിച്ചു വന്നുകൊണ്ട് എസ്രയും കൂട്ടി ചേർന്ന് സ്തോത്രം അത് വീണ്ടും പണിതു. ഹെരോദാവിൻ്റെ കാലത്ത് അതിന് വീണ്ടും ഒന്നുകൂടെ റിന്യൂവേറ്റ് ചെയ്ത് യേശു ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ടെമ്പിൾ എന്ന് പറയുന്നത് അതാണ്. എന്നാൽ യേശു ക്രിസ്തു അതിനെ നോക്കിക്കൊണ്ട് പറയുന്നത് കല്ലിന്മേ കല്ല് ശേഷിക്കാതെ വണ്ണം ഇതിനെ ഇടിച്ചു കളയും. അത് റോമൻസിൻ്റെ കാലത്ത് AD 70 റോമൻ ചക്രവർത്തി ആകുന്നതിന് മുമ്പ് തന്നെയായിരുന്നു ടൈറ്റസ് അത് തകർത്ത് ആ പ്രവചനം പൂർത്തിയായി. ഇതിൻ്റെയൊക്കെ കാരണം എന്തുകൊണ്ടാണ് ഈ ടെമ്പിളുകളൊക്കെ തകർത്ത് പോയത്? അതെല്ലാം ഷാഡോസ് ആയിരുന്നു, നിഴലുകൾ മാത്രമായിരുന്നു. ഒറിജിനൽ എന്ന് പറയുന്നത് ദൈവസഭ അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന, ക്രിസ്തു വസിക്കുന്ന ഓരോ വ്യക്തികളാണ്. അപ്പോൾ ഇതിനെ പണിയേണ്ട മാതൃകകളാണ് പഴയ നിയമത്തിലൊക്കെയും കാണിച്ചത്. പലർക്കും സംശയമുണ്ട്, പുതിയ നിയമസഭയ്ക്ക് എന്തിനാ പഴയ നിയമത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, എന്തിനാ സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുന്നത്, എന്തിനാ കൃപാസനത്തെക്കുറിച്ച് പറയുന്നത്, എന്തിനാണ്? പക്ഷേ അവിടേക്ക് അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി എത്ര സീരിയസ് ആയിട്ട് വേണം നിർമ്മിക്കാൻ. അതിന് ചട്ടപ്രകാരം അത് ചെയ്തപ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങി വന്നത്. മോശ തീർത്ത സമാപന കൂടാരത്തിന് നിശ്ചയിച്ച മാതൃകപ്രകാരം അവിടെ ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വാണിംഗ് ആയിരുന്നു. ഞാൻ പർവ്വതത്തിൽ കാണിച്ചെന്ന മാതൃകപ്രകാരം തന്നെ അതിന് പണിയണമെന്നുള്ളത്. സ്തോത്രം. അതേപോലെ ദാവീദിൻ്റെ ഹൃദയത്തിൽ കൊടുത്തൊരു പ്ലാനായിരുന്നു ശലോമോന് കൈമാറിയത്, ശലോമോൻ അത് തീർത്തതും. അങ്ങനെ ദൈവപ്രമാണപ്രകാരം, ദൈവ കൽപ്പിച്ച പ്രകാരം തന്നെ ആലയങ്ങൾ പണിതപ്പോൾ, ദൈവം വസിക്കുന്ന ഇടം പണിതപ്പോൾ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഇറങ്ങി വന്നു. ആ പ്രസൻസ് കടന്നു വന്ന ശേഷം മോശ പണിത സമാഗമന കൂടാരത്തിലാണെങ്കിലും പോലും മോശയ്ക്ക് പുരോഹിതന്മാർക്ക് അവിടെ സ്ഥാനമില്ല. ശലോമോൻ തീർത്ത കൂടാരത്തിൽ ക്രമപ്രകാരം എല്ലാം പണിത് കഴിഞ്ഞ് ആലയം സമർപ്പിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങി വന്നു. അവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ പുരോഹിതന്മാർക്ക് അവിടെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതേപോലെ ദൈവവചനപ്രകാരം നാം പണിതാൽ ദൈവത്തിൻ്റെ തേജസ് വിശ്വസിക്കുന്ന വിശ്വാസികളിൽ ഇറങ്ങി വന്നാൽ പിന്നെ അവർക്ക് അവരുടെ സെൽഫിനൊരു സ്ഥാനമില്ല. അവരുടെ സെൽഫ് ഡിസയർസിന് സ്ഥാനമില്ല. ആരാണ് ഇറങ്ങി വന്നിരിക്കുന്നവൻ? അവനാണ് സ്ഥാനം. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന് ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവും നിങ്ങളുടെ ശരീരം. നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. നമ്മുടെ ശരീരം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. അവൻ വില കൊടുത്ത്, അതായത് ചേറ്റിൽ കിടന്ന പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് മാത്രം അർഹരായിത്തീർന്ന, ദൈവകോപത്തിൻ്റെ ശിക്ഷയ്ക്ക് മാത്രം അർഹരായിത്തീർന്ന നമ്മെ അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഡിവൈൻ ജസ്റ്റിസ് വിധിച്ചിരുന്ന നിത്യമായ മരണമെന്ന ആ ശിക്ഷ അദൃശ്യനായ ദൈവം ദൃശ്യമായ ശരീരം ഏറ്റെടുത്തുകൊണ്ട് നിയമദാതാവായ ദൈവം അതേ നിയമത്തിന് കീഴിൽ വന്നിട്ട് സ്ത്രീയുടെ സന്തതിയായി വന്നിട്ട് ആ ന്യായപ്രമാണം അനുസരിച്ച് മരണത്തോട് തന്നെ അനുസരണങ്ങളായിരിക്കുമ്പോൾ ഡിവൈൻ ജസ്റ്റിസ് അവന് സംരക്ഷണവും
പ്രതിഫലം കൊടുക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി നമ്മുടെ ശരീരത്തിൽ പ്രാണനും ആത്മാവിലുള്ള ശിക്ഷയെ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരനായിട്ട് ശിക്ഷ അനുഭവിച്ചു, മരണം അനുഭവിച്ചു. അതിൽ വിശ്വസിക്കുന്നവനെ സൗജന്യമായി നീതീകരിക്കാം എന്നാണ് ദൈവം പ്രോമിസ് പറയുന്നത്. റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 24-26 പറയുന്നത്. അതാണ് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദ മൂമെന്റ് വി ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, വി ആർ ഫ്രീ. വി ആർ ഫ്രീ ഫ്രം ദ റാത്ത് ഓഫ് ഗോഡ്. പിശാചിന്റെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നില്ല, ദൈവ ക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. കാരണം ഡിവൈൻ ജസ്റ്റിസ് വിധിച്ച വിധി ദൈവത്തിന് മാറ്റാൻ സാധ്യമല്ല. ഹി മസ്റ്റ് എക്സിക്യൂട്ട് ദാറ്റ്. സ്തോത്രം. അപ്പോൾ അത് വിശ്വസിച്ച് നമ്മൾ കടന്നു വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ഗ്രോത്തില് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ അനേക ക്ലാസ്സുകൾ, ഓൾമോസ്റ്റ് 8 ക്ലാസ്സസ് തീർന്നു. ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്നാലും ഓൾമോസ്റ്റ് ആ സബ്ജക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കത്തക്കൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശക്തിപ്പെടാതിരിക്കത്തക്കവണ്ണമുള്ള പല കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച്, ആകിയാൽ ബോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തർ സാധാരണ കൂട്ടുകാരോട് സത്യം സംസാരിപ്പിൻ. അപ്പൊ ബോഷ്ക്ക് അല്ലെങ്കിൽ ലൈ എന്ന് പറയുന്നത് ക്രിസ്തുവിന് വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലും അവരുടെ അമിതബലത്തിലും ശക്തിപ്പെടണമെങ്കിൽ യാതൊരു കാരണവശാലും നമ്മളിൽ നമ്മുടെ സോളിനകത്ത് ഒരു കള്ളം പാടില്ല. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ആക്സിൽ അപ്പസ്തോല പ്രവൃത്തിയിൽ ചാപ്റ്റർ 5 സംഭവിച്ച കാര്യം. അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ചാപ്റ്റർ 4 ഒന്ന് ചിന്തിക്കണം. ചാപ്റ്റർ 4 കുറച്ച് വേഴ്സസ്, ആദ്യത്തെ വേഴ്സുകൾ ഒന്ന് ചിന്തിച്ചാലേ ആ ചാപ്റ്റർ 5 എന്തുകൊണ്ടാണ് അനന്യാസിനെയും വൈഫിനെയും ദൈവത്തിൻ്റെ ആത്മാവ് ജഡ്ജ് ചെയ്തെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 4 ആരംഭം ഒന്ന് ചിന്തിച്ച് അവസാന ഭാഗം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത് വേഴ്സ് 32, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായി ഇരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. കാരണം അവരിൽ ആരും തന്നെ സെൽഫ് ഇല്ല. ക്രിസ്തു വസിക്കുവാൻ തക്കവണ്ണം അവരുടെ സെൽഫ് ഡിസൈറുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ടോട്ടലി എന്നേക്കുമായിട്ട് അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ പൂർണ്ണമായി വസിക്കുവാൻ തക്കവണ്ണം തൻ്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തവരാണ് വിശ്വസിച്ചവരുടെ കൂട്ടമെന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ നോളജ് ഈവൻ ബൈബിളിൽ നിന്ന് തന്നെ കിട്ടിയാലും ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള കാരണം ഇന്ന് വിശ്വാസ ഗോളത്തിൽ ക്രിസ്ത്യൻഡത്തിൽ തന്നെ അനേകരുടെ നല്ലൊരു ശതമാനത്തിൻ്റെ വിശ്വാസം ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത് ആണ്. അതിന് ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആണ് എന്നാണ് പറയുന്നത്. അത് സേവിങ് ഫെയ്ത്ത് അല്ല. ഇന്റലക്ച്വൽ ഫെയ്ത്ത് കൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. രക്ഷ പ്രാപിക്കുന്ന വിശ്വാസം എന്നാൽ പേഴ്സൺ, ക്രിസ്തു എന്ന പേഴ്സൺ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മാസ്റ്റർ കൺട്രോളറെ സ്വീകരിച്ച് അവനുമായിട്ടുള്ള അനുസരണത്തിൽ തികഞ്ഞു വരുമ്പോഴാണ് അത് വിശ്വാസത്തിന്റെ പൂർണ്ണതയായിട്ട് വരുന്നത്. അങ്ങനെയാണ് കൃപമേ കൃപ പ്രാപിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുന്നത്. സ്തോത്രം. അപ്പൊ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയമായിരുന്നു, ഏക മനസ്സുമുള്ളവരായിരുന്നു. അവിടെയാണ് അനന്യാസും അവർ തനിക്കുള്ളതൊന്നും സ്വന്തമെന്നും ആരും പറഞ്ഞില്ല. അപ്പൊ അവിടെ നോക്കിയിട്ടാണ് അവരത് ചിന്ത ചെയ്തിരുന്നു. സകലം അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലൻ മഹാശക്തിയുടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് 5th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5th ചാപ്റ്ററിലാണ് നമ്മൾ ചിന്തിച്ചത്. അതായത് എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരുവൻ അനന്യാസ് പേരെന്നുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ സഫീറയോട് കൂടെ ഒരു നിലം വിറ്റു. അതിന് വലിയൊരു അർത്ഥമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധ അല്ലെങ്കിൽ ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്നത് ദൈവ നിയമത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതിനെ ആംപ്ലിഫൈഡ് ബൈബിൾ ഞാൻ എടുത്ത് കോപ്പി ചെയ്തിട്ടുണ്ട്. But a certain man named Ananias with his wife Sapphira sold a piece of property, and with his wife's knowledge and connivance he kept back and wrongfully appropriated some of the proceeds. ഇവിടെയാണ് അവർ ചെയ്ത തെറ്റ്. എന്തുകൊണ്ടാണ് ആ ഫസ്റ്റ് ചർച്ചിനകത്ത് തന്നെ അതിൻ്റെ ഇൻഫാൻസിൽ തന്നെ
ചർച്ചിനകത്ത് നേരത്തെ നമ്മൾ 4th വായിച്ചു, എല്ലാവരും ഏക ഹൃദയം ഏക മനസ്സുള്ളവരായിരുന്നു. ആരും സ്വന്തം എന്നൊന്നും പറഞ്ഞില്ല, എല്ലാം പൊതുവകയായിരുന്നു. അതിനകത്തു നിന്നും ഇവരും അതിനോട് തന്നെ ചേർന്ന് നമ്മൾ പറഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്തവരായിരുന്നു. താഴെ പറയാണ്, but Peter said, Ananias, why has Satan filled your heart that you should lie and attempt to deceive the Holy Spirit and should in violation of your promise? അവന്റെ പ്രോമിസ് എന്തായിരുന്നു? ഒന്ന് തന്നെ സ്വന്തം എന്ന് പറഞ്ഞില്ല, പൊതുവക നേടിയിരുന്നു. പക്ഷേ അതിനകത്തൊന്ന് ചെറിയൊരു പാട്ടെടുത്ത് വെച്ച് ഇതെന്റെ സ്വന്തം. എന്താണ് സംഭവിച്ചത്? സെൽഫിന് വീണ്ടും സ്ഥാനം വന്നു. സെൽഫിന് വീണ്ടും സ്ഥാനം വന്നാൽ പിന്നെ അവിടെ ക്രിസ്തുവിന് സ്ഥാനമില്ല. പിന്നെ അവന്റെ സെൽഫാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാൽ ക്രിസ്തുവിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അഥവാ ഇങ്ങനെ പോയി ചർച്ചിൽ നിന്ന് സംഭവിച്ചാൽ നമുക്ക് ഒന്നുമില്ലാതിരുന്നാലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചൊന്ന് മാറ്റിവെച്ചു. അഥവാ ഫെയിലായാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ആശ്രയിക്കാം. ഇങ്ങനെയുള്ള കാര്യത്തിൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി നോക്കേ വേണ്ട. ഒടുവിൽ ക്രിസ്തുവിൽ അവന്റെ അമിതബലത്തിലും ശക്തി പ്രാപിക്കാൻ സാധ്യമല്ല. ഇതിനെക്കുറിച്ച് ആമോസ് തന്നെ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, do to walk together except they make an appointment and are agreed. അത് രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ചേർന്ന് നടക്കാൻ പറ്റുമോ? അപ്പോൾ അത് നടന്നത് അനന്യാസും സഫീർ തമ്മിലല്ല ഒത്തത്. അവർ ഏക ഹൃദയമുള്ളവരായിരുന്നു. അവർ രണ്ട് ഒന്നാണ്. പക്ഷെ ആരുമായിട്ട് ഒന്നായി തീർന്നു? സൈറ്റാനുമായിട്ട് ഒന്നായി തീർന്നു. സൈറ്റാനുമായിട്ട് ഒന്നായിട്ട് ചേർന്ന് എന്തായി? സൈറ്റാന്റെ പക്ഷത്തായി തീർന്നു. ചർച്ചിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ നോക്കി. അവിടെയാണ് ഡിവൈൻ ജസ്റ്റിസ് നടന്നത്. ഇപ്പൊ കാര്യം മനസ്സിലായോ? 4th ചാപ്റ്ററിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് തോന്നുന്നു അതിനേക്കാൾ ഇത്രയോ വലിയ കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത്, ഒന്നും നടക്കുന്നില്ലോ എന്ന്. അവരെല്ലാവരും എന്ന് പറഞ്ഞ് രണ്ടുപേര് ഒത്തുചേർന്നു. ആരാടുമായിട്ട് ഒത്തുചേർന്നു? സൈറ്റാനുമായിട്ട് ഒത്തുചേർന്നു. ഈ അടുത്ത കാലത്ത് നമ്മൾ ചില വിഷയങ്ങൾ ഈ ആഭരണ വർജനത്തെ കുറിച്ച് കൊണ്ട്, അല്ലെങ്കിൽ ചർച്ചിനകത്ത് വിശ്വാസികളുടെ ഇടയിൽ ആഭരണം എന്ന വിഷയത്തെ കുറിച്ച് അനേക ചർച്ചകൾ നടക്കണം. നമ്മൾ തന്നെ 2-3 ക്ലാസ്സുകൾ എടുത്തിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് ലോകത്തിലുള്ളത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ തീരുമാനമെടുത്ത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടൊരു കൂട്ടര് മുന്നോട്ട് പോയി പറയാണ്, അനന്യാസും സഫീറിനെ പോലെ പറയാണ്, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ പറയാണ്, ഇതുകൊണ്ട് കുഴപ്പം വന്നില്ല. പ്രമുഖരായ വ്യക്തികൾ പറയാണ്, ആഭരണം ഉപേക്ഷിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരാഴ്ച ഓസ്ട്രേലിയ പോയി മാർത്താമ്മ കുടുംബത്തിൽ നിന്ന് ഗുണം പിടിക്കാതെ ആഭരണം ഇട്ടുകൊണ്ട് അവിടെ നിന്ന് പെന്തക്കോസ്തിൽ ചേർന്നു പറഞ്ഞുകൊണ്ട്, വിശ്വാസത്തിലല്ല, വീടിനെ പ്രാപിച്ചതല്ല, അവിടെ ചെന്ന് അച്ചായൻ അമ്മാമ ഉണ്ടാക്കി കൊടുത്ത് ഇഡ്ലി പാടും സാമ്പാറൊക്കെ കഴിച്ചു വന്നപ്പോൾ അച്ചായനും തോന്നി ആഭരണം ധരിക്കുന്നു, എന്തോ കുഴപ്പം. അവിടെ ഗുണം പിടിക്കാതെ മാർത്തോമെന്ന് പെന്തക്കോസ്ത് ചേർന്ന സഹോദരി പറഞ്ഞു, ഞാൻ ആഭരണം ധരിച്ചിട്ട് എനിക്കൊരു കുഴപ്പം വന്നില്ല, എനിക്ക് ഉയർച്ചമേൽ ഉയർച്ചയുള്ളൂ എന്ന്. എന്താ സംഭവിച്ചത്? 2 പേർ ഒത്തിട്ടല്ലാതെ ചേർന്ന് നടക്കാൻ പറ്റുന്നു. സൈറ്റാനും ഇവരുമായിട്ട്, സൈറ്റാന്റെ പ്രോപ്പർട്ടിയിലുള്ള കാര്യങ്ങളുമായിട്ട് ഇവിടെ ഒത്തുചേർന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 30-ാം വായിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവരുമായിട്ട് എനിക്ക് യാതൊരു കാര്യമില്ലാതെ പറഞ്ഞിരിക്കുന്നത്. അതായത് സൈറ്റാന്റെ പ്രോപ്പർട്ടി പെട്ട യാതൊന്നുമായിട്ട് എനിക്ക് ഒരു കോമൺ പ്രോപ്പർട്ടി ഇല്ല. അവനുള്ളതിൽ നിന്നും സ്വന്തമായിട്ട് എനിക്ക്, അവന് സ്വന്തമായതിൽ നിന്നും എനിക്ക് ഒന്നും എൻ്റെ കൈവശമില്ല. ഈ ശരീരം വിടുമ്പോൾ ക്രിസ്തു ഉയർന്നെടുത്തിട്ട് പോലെ ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ സൈറ്റാന്റെ പ്രോപ്പർട്ടിയിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിലുള്ള പ്രാണനിലും ആത്മാവിലും ഉണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുകയില്ല. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് നടക്കും എപ്പോഴെന്നറിയുമോ? പാപികളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറഞ്ഞ സംഭവം വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിനെ പോലെ ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവരുമായിട്ട് എനിക്ക് യാതൊരു കാര്യമില്ല. There is nothing common with him. ഇങ്ങനെ പറയാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ 2 പേര് ഒത്തിട്ടല്ലാതെ ചേർന്ന് നടക്കാൻ പറ്റുമോ? സൈറ്റാനാണെങ്കിൽ സൈറ്റാനുള്ളതുമായിട്ട് ഒത്തുചേരുമ്പോൾ മാത്രമാണ്
ഇത്തരം സംസാരങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോൾ പറയാറുണ്ട്. ഇതൊക്കെ പിക്ചറുകൾ കാണിക്കുന്നത് ഇത്തരം ഇൻഫ്ലുവൻസുകളിൽ നമുക്ക് ഓടി അകലാൻ സാധ്യമല്ല. ഇത്തരം ഇൻഫ്ലുവൻസ് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നട്ടിരിക്കുന്ന വചനം, നമ്മുടെ സമർപ്പണത്തിന് ഞാൻ എൻ്റെ പ്രാണനും ആത്മാവിനും സേറ്റാനുമായിട്ട് ഒത്തുചേരാൻ, രണ്ടുപേരും ഒത്തുചേർന്ന് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശബ്ദമായിട്ട് നിന്നേ പറ്റുള്ളൂ. സ്തോത്രം. അപ്പോൾ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ പറ്റാത്ത ചില വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ബോഷ്ക് ഉപേക്ഷിച്ച് ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത്, why has Satan filled your heart that you should lie to and attempt to deceive the Holy Spirit? അവിടെ കള്ളത്തിന് ചാൻസ് കൊടുത്തു. എഫെസ്യരിൽ നമ്മൾ വായിച്ചെന്താണ്? സ്തോത്രം. ആകിയാൽ ബോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തർ താന്താന്റെ കൂട്ടുകാരോട് സത്യം സംസാരിപ്പിൻ. അനന്യാസും സഫീരയ്ക്കും സംഭവിച്ചതാണ്. ഇന്ന് വളരെ ലാഘവത്തോടെ അത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത്. അവസാനം എന്താ അറിയോ? കർത്താവിൽ ശക്തിപ്പെടാൻ പറ്റില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ അകത്തിരുന്നാൽ കർത്താവിന് ആ സിംഹാസനത്തിൽ, നമ്മുടെ പ്രാണനാവുന്ന സിംഹാസനത്തിൽ, അല്ലെങ്കിൽ തന്റെ സിംഹാസനം നമ്മുടെ പ്രാണനിൽ വയ്ക്കാൻ സാധ്യമല്ല, നമ്മുടെ ആത്മാവിൽ വസിക്കാൻ സാധ്യമല്ല. അങ്ങനെ അതുകൊണ്ട് അവന്റെ ശക്തി നമ്മളിൽ കൂടെ വെളിപ്പെടുകയില്ല. അപ്പൊ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ ടെംപ്ടേഷൻ വരുമ്പോൾ അതിനെ ജയിക്കാൻ സാധ്യമല്ല. സിൻ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ സാധ്യമല്ല. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പൊ പാപത്തിന്റെ ടെംപ്ടേഷൻ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നാം നമ്മുടെ വിൽ പവർ കൊണ്ടല്ല, നമ്മൾ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ പ്രാണനിലേക്ക് സ്ട്രോങ് ഇൻഫ്ലുവൻസ് എന്ന് ഇച്ഛിക്കുന്നു, പ്രവർത്തിക്കുന്നു. ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിന് നമ്മൾ ഈൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടെംപ്ടേഷനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെയുള്ള ചെറിയൊരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു ബോഷ്ക്ക് പറയുമ്പോൾ കാര്യം നടന്നു പോകും. കുറെ നാളം കഴിഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു 2 തെസ്സലോനിക്കൻസിൽ നിന്ന്, സത്യത്തെ കൈക്കൊള്ളാതെ, സ്നേഹിച്ച് കൈക്കൊള്ളാതെ അനീതി ലസിക്കുന്നവർക്ക് ന്യായവിധി വരെ കണ്ടത് ദൈവം തന്നെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് അവരിലേക്ക് അയക്കുക. പിന്നെ അവർ ഗുണപ്പെടുത്താൻ സാധ്യമല്ല. അങ്ങനത്തെ സ്ലിപ്പുകളിലൊക്കെ പോയി നഷ്ടപ്പെടാതിരിക്കാൻ ഈ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണമെങ്കിൽ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് തോന്നുമെങ്കിലും ദൈവസന്നിധിയിൽ സീരിയസ് ആണ്. അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ, അതിൻ്റെ തുടർന്നുള്ള വാക്യമാണ് നമ്മളിന്ന് ഭയമായിട്ട് പഠിച്ചത്. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. എൻ്റെ അർത്ഥം എന്താ? എന്നിട്ട് താഴെ പറയാണ്, സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. എന്നിട്ട് പറയാണ് പിശാചിനിടം കൊടുക്കരുത്. അപ്പൊ ഇവിടെ എന്തായി? ആകയാൽ ബോഷ്ക്ക് ഉപേക്ഷിക്കാതിരുന്ന അനേക സമയത്ത് സംഭവിച്ചെന്താ? പത്രോസ് ചോദിച്ചു, ഇത്രയൊക്കെ തന്നെയോ നിങ്ങൾ നിലം വിറ്റത്? യെസ്. അവിടെ എന്താ? ആർക്കിടം കൊടുത്തു? പിശാചിനിടം കൊടുത്തു. കർത്താവ് തൻ്റെ ശരീരത്തെ പണിയുന്നതിന് മടുക്കുന്നവനല്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് അരുളി ചെയ്തവൻ താൻ ആകാശമേഖലയിൽ വന്ന് തൻ്റെ ചർച്ചിനെ, തൻ്റെ സഭയെ എടുക്കുവോളം തൻ്റെ പ്രോമിസ് ഒന്നും മാറുന്നവനല്ല. മനുഷ്യൻ മാറിപ്പോകാം, പക്ഷെ കർത്താവ് മാറുന്നവനല്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷയെ അനേക വിധത്തിലുള്ള ഉപദേശങ്ങളുടെ ഒരു കാലഘട്ടമാണിത്. വിശ്വാസം കണ്ടെത്തുമ്പോൾ എന്നുള്ള കാലഘട്ടമാണിപ്പോൾ. നമ്മളിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. നമ്മളിൽ വസിക്കുന്ന ക്രിസ്തുമായിട്ടുള്ള വിശ്വാസം. ഒരിക്കലും നടക്കുക. നമുക്ക് രണ്ടുപേർ ഒത്തിട്ട് നടക്കാൻ പറ്റുന്ന ക്രിസ്തുമായിട്ട് ഒത്തിട്ട് വേണം നമുക്ക് നടക്കാൻ. സേറ്റന്മാരൊട്ട് നടക്കുന്നവരുണ്ട്, അവർ രണ്ടുപേരെ ഒത്തിരിക്കുക. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. അല്പമായിട്ടുള്ള കർത്താവ് കാര്യമാണ് പറഞ്ഞതെങ്കിലും വളരെ സീരിയസ് ആയ വിഷയങ്ങളാണ്. നിന്റെ ജനത്തിന് ഉണർവുണ്ടാവാൻ, ഒരു റിവൈവൽ ഉണ്ടാവാത്തക്കാണ് കർത്താവ് സഹായിച്ചാട്ടെ. ഇസ്രായേലിൻ്റെ കഠിനമായിരിക്കുന്ന ഈ ശോധനയുടെ സമയത്ത് നിന്റെ ജനത്തെ ഭൂമണ്ഡലത്തിൽ നിന്ന് ഛേദിച്ച് കളയുന്നതൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് നിന്റെ അവകാശത്തിന്മേൽ നിന്റെ മഹിമാധനത്തെ വെളിപ്പെടുത്തിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.